അപ്പം നമുക്കൊരു പൂരം കൂടാൻ പോയാലോ? അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പൂരം കൂടാൻ പോകുന്നത്. ഇപ്രാവശ്യമാണെന്നുണ്ടെങ്കിൽ ഇവിടെ പൂരമൊന്നുമില്ല, കാരണം ചേട്ടൻ്റെ അച്ഛമ്മ മരിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൂരം ആഘോഷിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പൂരപ്പറമ്പിൽ പോവും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീടിന് മുറ്റത്തുകൂടെയാണ് പൂരങ്ങളൊക്കെ പോവുക. അപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് പൂരങ്ങൾ കാണാനും പറ്റും. ബേസിക്കലി ഞാനൊരു തൃശ്ശൂർക്കാരി ആയതുകൊണ്ടായിരിക്കും എനിക്ക് പൂരം എന്ന് കേൾക്കുമ്പോൾ അത്ര വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും തോന്നാറില്ല. കാരണം നമ്മൾ തൃശ്ശൂർക്കാർ എങ്ങനെയെന്നറിയാമല്ലോ, ഒരാഴ്ച മുന്നേ തുടങ്ങുന്നതാണ് നമ്മുടെ പൂരാഘോഷം. അത് കഴിഞ്ഞാൽ നമുക്ക് പൂരാഘോഷം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പൂരം എന്ന് കേൾക്കുമ്പോൾ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. പക്ഷേ ഇവിടുത്തെ പൂരാഘോഷം എനിക്ക് തോന്നുന്നു നാട്ടിൻപുറത്ത് കുറച്ചും കൂടി ഭയങ്കര രസമായിട്ട് ആൾക്കാരൊക്കെ ഒത്തൊരുമിച്ച് ഭയങ്കര ഡാൻസും പാട്ടും ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ. കാരണം എല്ലാ ആൾക്കാരും കൂടുമ്പോഴൊരു സന്തോഷമുണ്ട്. നമുക്കിപ്പോൾ തൃശ്ശൂർ പൂരാഘോഷിക്കുമ്പോൾ ആ ഒരു മൈതാനത്ത് വന്ന് എല്ലാം പല ആൾക്കാരും പല നാട്ടുകാരൊക്കെ വന്ന് അങ്ങനെ ആഘോഷിച്ച് പോകുന്നത് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ കുറേ കാലങ്ങളിപ്പോൾ നമ്മൾ പൂരാഘോഷിക്കാൻ അമ്പലപ്പറമ്പിൽ പോകാറില്ല, വീട്ടിൽ തന്നെ ഇരുന്ന് ടി വിയിലാണ് കാണാറ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഏട്ടൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തിരുന്ന പൂരങ്ങളൊക്കെ ഒന്ന് ലൈവായി കാണാൻ പറ്റി. ആനയും പൂരവും ഒക്കെ നമുക്ക് കാണാൻ പറ്റി. അങ്ങനെ നമ്മൾ വൈകിട്ടായി. പിന്നെ പൂരപ്പറമ്പിൽ വെടിക്കെട്ട് തുടങ്ങിയപ്പോൾ നമ്മൾ വേഗം ഇറങ്ങി. ഇതെൻ്റെ കുഞ്ഞാണ് കേട്ടോ, പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് സ്റ്റൈല് കാണിക്കുള്ളൂ. അങ്ങനെ നമ്മൾ അമ്പലപ്പറമ്പിലെത്തി. ഇതൊരു പാടത്തിൻ്റെ നടുക്കുള്ള അമ്പലമാണ് കേട്ടോ, ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. ഞങ്ങളവിടെ ചെന്നപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, ഭയങ്കര തിരക്കുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം നമ്മളവിടെ കൂട്ടിയെഴുന്നള്ളിപ്പുണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെ നിന്ന് കണ്ടു. അമ്പലത്തിൻ്റെ അടുത്തൊക്കെ പോയി നമ്മൾ കുറേ നേരം അവിടെ എല്ലായിടത്തും ചുറ്റിക്കറങ്ങി ഐസ്ക്രീമൊക്കെ കഴിച്ച്. പിന്നെ ഐസ്ക്രീം നിർബന്ധമാണല്ലോ പൂരം കാണാൻ പോയി കഴിഞ്ഞാൽ. അങ്ങനെ ഈ ഓരോ ടീമുകളുടെയും ആ എനർജി ലെവൽ കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക, ഡാൻസും കാര്യങ്ങളും പൂരം കൊട്ടിക്കയറുമ്പോൾ ആ ഒരു ഇതൊക്കെ കാണുമ്പോഴേ നമുക്ക് തന്നെ ഭയങ്കര ഒരു പോസിറ്റീവ് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മൾ കുറേ നേരം നമ്മളെ പറമ്പിലൊക്കെ ചിലവഴിച്ച്. പിന്നെ ചേട്ടൻ്റെ സിസ്റ്ററുടെ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അവർക്ക് ആന അങ്ങനെയൊക്കെ കാണുമ്പോൾ കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് ഭയങ്കര സന്തോഷമല്ലേ. അപ്പോൾ നമ്മളതൊക്കെ കണ്ട് കുറേ നേരം അവിടെ നിന്ന് ഐസ്ക്രീമും കുഞ്ഞുങ്ങൾക്ക് കളിപ്പാട്ടൊക്കെ വാങ്ങിച്ച് നമ്മളവിടെ നിന്ന് പോന്നു. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്തിരി ഉള്ളൂ. ബൈ ബൈ, സീ യു.